നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പാലപ്രക്കുന്നിൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റിനും ഗോഡൌണിനും തീപിടിച്ച് വൻ നാശനഷ്ടം. തീപിടുത്തത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ. ദേശീയ സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കലം കരസ്ഥമാക്കി പൊയ്യ പൂപ്പത്തി സ്വദേശിനി. ആളൂർ EMHSസിലെ വിദ്യാർത്ഥിനിയാണ് സോണിയ. വെണ്ണൂർ സഹകരണ ബാങ്ക് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപം. മേലടൂരിൽ കാഴ്ചപരിമിതൻ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പാലപ്രക്കുന്നിൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റിനും ഗോഡൌണിനും തീപിടിച്ച് വൻ നാശനഷ്ടം. മച്ചിങ്ങത്ത് ഷൈജുവിന്റെയും വാത്യാട്ട് ധനേഷിന്റെയും ബിസിനസ് യൂണിറ്റുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. തീപിടുത്തത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 ഷൈജുവിന്റെ ഗോഡൌണിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് സമീപത്തുള്ള നിർമ്മാണ യൂണിറ്റിലേക്കും ഗോഡൌണുകളിലേക്കും പടരുകയായിരുന്നു. രണ്ടുപേരുടെയും നിർമ്മാണ യൂണിറ്റുകൾ അടുത്തടുത്താണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനാകാത്ത വിധം ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ, മാള, ഇരിങ്ങാലക്കുട, ചാലക്കുടി, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായി അഗ്നിരക്ഷാസേനയുടെ സംഘങ്ങൾ എത്തി 4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത്. ക്രിസ്മസ്, പുതുവർഷം എന്നിവ മുന്നിൽ കണ്ട് വിൽപ്പനയ്ക്കെത്തിച്ച ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. നാശനഷ്ടം എത്രയെന്ന് കണക്കാക്കിയിട്ടില്ല. തീപിടുത്തത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുതുക്കാട്ടിൽ ഗിരീഷിന്റെ വീട്ടിലെ ഭിത്തിക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ടാങ്ക്, ജനാലയുടെ ചില്ലുകൾ എന്നിവയും തകർന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ദേശീയ സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കലം കരസ്ഥമാക്കി പൊയ്യ പൂപ്പത്തി സ്വദേശിനി. പൂപ്പത്തി ഇളന്തൊളി ടൈറ്റസ് സജിത ദമ്പതികളുടെ മകളായ സോണിയയാണ് ദേശീയ സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കലം നേടിയത്. ആളൂർ EMHSസിലെ വിദ്യാർത്ഥിനിയാണ് സോണിയ. അന്നമനട വെണ്ണൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി ED സാബുവും ജീവനക്കാരും ചേർന്ന് വ്യാജരേഖ ചമച്ച് വായ്പാ തട്ടിപ്പ് നടത്തി കടക്കെണിയിലാക്കിയെന്ന ആരോപണവുമായി മേലൂർ കൂട്ടാലപ്പറമ്പിൽ കുമാരനും കുടുംബവും പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. തുടർന്ന് കുമാരന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാദേശിക CPM നേതാക്കളും വന്നെത്തി. T ശശിധരൻ, അഡ്വക്കേറ്റ് VV ജയരാമൻ, TK സതീശൻ, ശ്യാമള അയ്യപ്പൻ, ശ്രീജിത്ത് പ്ലാശ്ശേരി, മറ്റൊരു തട്ടിപ്പിനിരയായ TB കലേഷ് എന്നിവർ സംസാരിച്ചു. ഒരു 3 പതിറ്റാണ്ടായി ഇവിടെ നടത്തുന്നത് പറയുന്നത് കൊടുക്കൊള്ളയാണ്. കണ്ണടച്ച് കൊള്ള ചെയ്യുന്ന ഒരു ടീം. അവർക്ക് ആരോടും സ്നേഹമില്ല, കോൺഗ്രസിനോടും ഇല്ല. കോൺഗ്രസിനാണെങ്കിലും ഇതിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് കിടക്കുന്ന ആളുകൾക്ക് ജാഥയിൽ ആളെ കിട്ടുന്നു. പ്രകടനത്തിന് പോകണം. നിങ്ങൾ കോൺഗ്രസിന്റെ അന്നമേളയിൽ പ്രകടനം നോക്കിയത്. അന്നമേളയുടെ പ്രകടനത്തിന് വരുന്നത് 3 പേരുടെ പേരിൽ 3 സഹകരണ സംഘമുണ്ട്. ഒന്ന് രവി നമ്പൂരിയുടെ സഹകരണ സംഘം. ആ സഹകരണ സംഘത്തിലെ എല്ലാ ജീവനക്കാരും വരും. പിന്നെ അന്നമേളയുടെ സഹകരണ സംഘത്തിലെ എല്ലാ ജീവനക്കാരും വരും. വെണ്ണൂർ സഹകരണ സംഘത്തിലെ എല്ലാ ജീവനക്കാരും അവരാണ് ഈ പ്രകടനത്തിന്റെ ആളുകൾ. ഇവര് കറവ പശുവിനെ പോലെ ഈ 3 സഹകരണ സംഘങ്ങളും ചേർന്ന് നാടിനെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതിനിടെ ED സാബു, ജസ്റ്റിൻ, ദീപു, മനോജ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി ഉത്തരവായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റ്. പാവറട്ടി കാക്കശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ എബിൻ ജോൺസിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. 26-ന് കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കാവടി സെറ്റുകൾ കൊടകര ടൗണിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹൈവേയിൽ നിന്നും വാഹനങ്ങൾ കൊടകര ഭാഗത്തേക്ക് പോകരുതെന്നുള്ള നിയമാനുസൃത ആജ്ഞ അനുസരിക്കാതിരിക്കുകയും കൊടകര SHOയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും തള്ളിമാറ്റി എന്നുമാണ് കേസ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, GSI ബേബി, GSCPOമാരായ പ്രതീഷ്, പ്രശാന്ത്, CPO ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാളയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സംഗമം നടന്നു. ബെന്നി ബെഹനാൻ MP സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല വിഷയം നമുക്കറിയാം, അതൊരു ക്ഷേത്രമായിട്ട് മാത്രമല്ല. ശബരിമല വിഷയം സംസ്ഥാനത്ത് ജനങ്ങളുടെ വിശ്വാസികളുടെ മനസ്സിലാക്കിയിരിക്കുന്ന മുറിവ് വളരെ വലുതാണ്. ആരാ ശബരിമലയിൽ കടന്നു നടത്തിയത്? ഏതെങ്കിലും കള്ളന്മാര് അയ്യപ്പസ്വാമിക്ക് കറുത്ത ഷർട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി 18-ാം പടി കയറി അവിടെ പൊട്ടിച്ചതല്ല. ശബരിമലയിൽ മോഷണം നടത്തിയത് ശബരിമല കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതിന്റെ സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായി ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ ആളുകളാണ് അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. ഇത് വ്യാപകമായിട്ട് അറിയാം.
എല്ലാവർക്കും അറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ആ കാര്യത്തിൽ വളരെയേറെ പ്രതിഷേധം ഈ ഗവൺമെന്റിനോടുണ്ട്. തുടക്കത്തിൽ ഒരു പറഞ്ഞു ഞങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പോറ്റിയാണ്, പോറ്റി ഞങ്ങളുമായിട്ട് പോറ്റിയെ പിടിച്ച പോറ്റി വന്നതെന്താ, ഞാൻ മാത്രമല്ല മുരാരി ബാബുവിനുണ്ട്. അപ്പൊ മുരാരി ബാബുവിനെ പിടിച്ചതെന്താ, മുരാരി ബാബുവിന് ഞാൻ മാത്രമല്ല വാസുവിനുണ്ട്. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. അഷഫ്, സോയി കോലഞ്ചേരി, PT ജോസ്, VA അബ്ദുൽ കരീം, സാജൻ കുടിയൻ, TM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ 2 മുൻ പോലീസ് ഉദ്യോഗസ്ഥർ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ഇരുവരും താമസിക്കുന്ന അതേ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. തങ്ങളെ അറിയുന്ന ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നുള്ള വിശ്വാസമാണ് ഉദ്യോഗസ്ഥരായിരുന്ന KK രാധാകൃഷ്ണനും വിചിത്രൻ ദേവാലിക്കും ഉള്ളത്. 3 പതിറ്റാണ്ട് പോലീസ് സേവനത്തിന്റെ പരിചയസമ്പത്തുമായി 2 മുൻ പോലീസ് ഉദ്യോഗസ്ഥരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിയിരിക്കുന്നത്. നഗരസഭ 19-ാം വാർഡ് എൽത്തുരുത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KK രാധാകൃഷ്ണൻ റിട്ടയർഡ് SI ആണ്. DYFI മേത്തല പഞ്ചായത്ത് സെക്രട്ടറിയായിരിക്കെയാണ് പോലീസ് സേനയിൽ ജോലി ലഭിച്ചത്. 31 വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി. മുൻ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരിയാണ് ഭാര്യ. നഗരസഭ 38-ാം വാർഡ് പറമ്പിക്കുളങ്ങര വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി തേവാലിൽ വിചിത്രൻ SI ആയിരുന്നു. 30 വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് വിരമിച്ചത്. ഇരുവരും താമസിക്കുന്ന അതേ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. തങ്ങളെ അറിയുന്ന ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നുള്ള വിശ്വാസമാണ് KK രാധാകൃഷ്ണനും വിചിത്രൻ തേവാലിക്കും ഉള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി പട്ടംതുരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ശീവേലി, ക്ഷേത്രകലകളുടെ അവതരണം, തിരുവാതിരക്കളി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ ദേശീയ സംഗീത നൃത്തോത്സവം സംഘടിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം ഊട്ടുപുരയിൽ ആനച്ചമയ പ്രദർശനം നടക്കും. ഡിസംബർ 1-നാണ് ഏകാദശി ഉത്സവം. ഏകാദശി ഉത്സവത്തിൽ 15 ആനകളെ അണിനിരത്തി ശീവേലിയും കാഴ്ച ശീവേലിയും കുടമാറ്റവും നടക്കും. നോർത്ത് കുത്തിയതോട് പുത്തൻപള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. പൊതു ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ ബഹുമാനത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ശനിയാഴ്ച വൈകിട്ട് രൂപം എഴുന്നള്ളിപ്പ്, കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. നവംബർ 30 തിരുനാൾ ദിന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 1-ന് മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പാലപ്രക്കുന്നിൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റിനും ഗോഡൌണിനും തീപിടിച്ച് വൻ നാശനഷ്ടം. തീപിടുത്തത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ. ദേശീയ സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കലം കരസ്ഥമാക്കി പൊയ്യ പൂപ്പത്തി സ്വദേശിനി. ആളൂർ EMHSസിലെ വിദ്യാർത്ഥിനിയാണ് സോണിയ. വെണ്ണൂർ സഹകരണ ബാങ്ക് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപം. മേലടൂരിൽ കാഴ്ചപരിമിതൻ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.